അതെ, ഇതുപോലത്തെ മനോഹരമായ പൂക്കളെല്ലാം ഹെയർ ബോ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പോന്നോ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3.0 mm ഒരു ഹുക്കാണ് കേട്ടോ. വീഡിയോ ചെറുതായിട്ട് ക്ലാരിറ്റി കുറവുണ്ട്, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ടാണ് ഇടുന്നത്. ഇങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ഇടേണ്ടതെന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ നേരെ കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കി മനസ്സിലാക്കാത്തവർ അതിലൊന്ന് കയറി നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഹുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിടത്തിയിട്ട് ആ ഒരു നോട്ടിനെ നന്നായിട്ട് മുറുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 4 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇപ്പം ഞാൻ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ്. 1, ദെൻ 2, അതുപോലെ തന്നെ 3, 4. ഇനി ഈ 4 ചെയിൻ സ്റ്റിച്ച് നമ്മൾ കണ്ടല്ലോ, ഇതിൽ നമ്മൾ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലൂടെ ഈ ഒരു ഹുക്കിനെ വലിച്ചിട്ട് യാണിനെയും വലിച്ചെടുക്കുക. ഒന്നുമില്ലടാ, നമ്മുടെ പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോള് പോലെ വേണം. അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൊസീജിയർ നേരെ നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, വീണ്ടും ഒരു 4 ചെയിൻ സ്റ്റിച്ച് ഇടണം. അപ്പോൾ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞു, ഇത് രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ച്, ദെൻ 3, ഇപ്പോൾ 4 ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞു അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ, 2 തവണ യാൺ ഓവർ ചെയ്യുക. ഇപ്പോൾ ഒരു തവണ കഴിഞ്ഞു, 2 തവണ നമ്മൾ യാൺ ഓവർ ചെയ്തു. എന്നിട്ട് ഈ ഒരു ഹുക്കിനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹോളില്ലേ, വേണ്ട ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മൾ യാണിനെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും. അതിൽ ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും നമ്മൾ യാണിനെ വലിക്കുക. ശ്രദ്ധിച്ച് നോക്കുക, ദേ ആദ്യത്തെ 2 ലൂപ്പ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തൊരു 2 ലൂപ്പിലൂടെ വീണ്ടും എടുക്കുക. പിന്നെ അറ്റ് ലാസ്റ്റ് ഇപ്പോൾ ഒരു 2 ലൂപ്പ് ബാക്കിയുണ്ട്, അതിൽ കൂടെ വീണ്ടും നമ്മൾ യാണിനെ വലിച്ചെടുത്തു. കണ്ടില്ലേ. ഇനി ഒരു സെയിം പ്രൊസീജിയർ വീണ്ടും തുടങ്ങുക. എങ്ങനെയാണ്, വീണ്ടും 2 യാൺ ഓവർ ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ 2 യാൺ ഓവർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് യാൺ ഓവർ 1, ദെൻ 2. ഇനി എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ യാണിനെ പുറകിലോട്ട് വീണ്ടും വലിച്ചെടുത്തു. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല എത്ര ലൂപ്സ് കിട്ടി, 4 ലൂപ്സ് കിട്ടി. ആദ്യത്തെ 2 ലൂപ്പ് കൂടെ വീണ്ടും യാണിനെടുത്തു. ഇപ്പോൾ വീണ്ടും നമുക്ക് 3 ലൂപ്പുണ്ട്. അതിൽ ഫസ്റ്റ് 2 ലൂപ്പ് കൂടെ നമ്മൾ വീണ്ടും യാണിനെ എടുത്തു. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് 2 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടെ വീണ്ടും നമ്മൾ യാണിനെ പുൾ ത്രൂ ചെയ്ത് എടുത്തു. മനസ്സിലായോ. ഇങ്ങനെ 3, ഈ ഒരു 1, 2, 3 ഇങ്ങനെ 3 ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, 4 ചെയിൻ സ്റ്റിച്ച് വീണ്ടും ഇടുക. 1, 2, 3, 4. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ആ സെയിം ഹോള് കൂടെ, ഇപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് പെറ്റൽ കംപ്ലീറ്റ് ചെയ്യാൻ പോവുക കേട്ടോ. ഈ ആ സെയിം ഹോള് കൂടെ വീണ്ടും എടുത്തു, ഈ യാണിനെ പുൾ ത്രൂ ചെയ്തു. ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ആ സ്ലിപ്പ് സ്റ്റിച്ച് ഇങ്ങനെ ആ ഒരു യാണിനെ ഇതിൻ്റെ ഇടയിൽ കൂടെ വലിച്ച് എടുക്കുക. എങ്കിൽ മാത്രമേ ആ ഒരു പെറ്റൽ അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ഫസ്റ്റ് പെറ്റൽ ഉണ്ടാക്കിയെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പെറ്റൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 4 ചെയിൻ വീണ്ടും ഇടുക. ഫസ്റ്റ് ചെയിൻ കംപ്ലീറ്റ്, ദെൻ സെക്കൻഡ് ചെയിൻ കംപ്ലീറ്റ്. ഇനി 3, 4. ഓക്കെ, 4 ചെയിൻ വീണ്ടും എടുത്തു. ഇനി എന്ത് ചെയ്യണം, വീണ്ടും 2 യാൺ ഓവർ ചെയ്തു. 1, 2. ഇനി എന്താ, ആ ഒരു ഹോളിൽ കൂടെ നമ്മളുടെ ഈ ഒരു യാണിനെ വലിച്ചെടുക്കുക. അപ്പോൾ പുൾ ത്രൂ ചെയ്തിട്ട് ഞാനിവിടെ എടുക്കുന്നുണ്ട്. എടുത്തു കഴിയുമ്പോൾ സെയിം സ്റ്റെപ്പ് തന്നെ ഇടാം. നമുക്ക് എന്ത് കിട്ടും, 4 ലൂപ്പ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്പ് കൂടെ വീണ്ടും യാണിനെ വലിക്കുക. പിന്നെ അടുത്ത 2 ലൂപ്പ് ഇപ്പോൾ കിട്ടും, അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും വലിക്കുക. യെസ്, ദെൻ അറ്റ് ലാസ്റ്റ് വി ഹാവ് 2 ലൂപ്സ് മോർ. അപ്പോൾ അത് കൂടെ വീണ്ടും ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് എന്തായി, ഇങ്ങനെ ആ ഒരു പെറ്റൽ ഷേപ്പ് വന്നു. സെയിം പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. 2 യാൺ ഓവർ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ഇത് കൂടെ വീണ്ടും ചെയ്യുക. ആ ഒരു സെയിം പ്രൊസീജിയർ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ, അതായത് എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണം കേട്ടോ. പിന്നെ നമ്മളിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം
ഇതേ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരു 4 സ്റ്റിച്ചും കൂടി ഇട്ടിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വീണ്ടും ഒരു 4 സ്റ്റിച്ചും കൂടി ഇടുന്നുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞു. ദെൻ പിന്നെയും ഒരു 4 സ്റ്റിച്ച്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പെറ്റലും ഇവിടെ കംപ്ലീറ്റ് ആയി. ഈ ഒരു 4 സ്റ്റിച്ചും കൂടി കഴിഞ്ഞിട്ട് ഉള്ളിൽ കൂടെ എടുത്ത് സ്ലിപ്പ് നോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ സെക്കൻഡ് പെറ്റലും ഇവിടെ എന്തായി, കംപ്ലീറ്റ് ആയി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എത്ര പെറ്റൽ വേണോ അത്രയും പെറ്റൽ നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 5 പെറ്റലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ആ ഒരു സെക്കൻഡ് പെറ്റൽ കംപ്ലീറ്റ് ആയി. ദെൻ എന്ത് ചെയ്യുക, ഈ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് എടുത്ത് വലിക്കുക. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഈ 2 പെറ്റൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ബോ ആക്കാം അല്ലേ. അതിന് നടുവ് കൂടെ ഒന്ന് ഒരു നൂലങ്ങ് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞി ബോ ഒക്കെ നമുക്ക് ആക്കിയെടുക്കാവേ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ബോ ഉണ്ടാക്കുന്നത്. ഇതൊരു ഉടായിപ്പ് പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പല ഉടായ്പകളും കട്ടാറുണ്ട് കേട്ടോ ഈ ഒരു ക്രോഷ്യ ചെയ്യുന്ന സമയത്ത്. ഇനി നമ്മൾ അതുപോലെ നമ്മൾ 3rd പെറ്റൽസ് ചെയ്യുവാണ്. അപ്പം സെയിം പ്രൊസീജിയേഴ്സ് അതുപോലെ റിപ്പീറ്റ് ചെയ്യുക. 4 സ്റ്റിച്ച് വീണ്ടും എടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. അങ്ങനെ അത് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോടിത് പറയാൻ മറക്കണ്ട. ഇതിപ്പോൾ നമുക്ക് 3 പെറ്റലായിട്ട് നിർത്തണമെങ്കിൽ നിർത്താം. നമുക്ക് എത്ര പെറ്റൽസ് വേണോ അത്രയും പെറ്റൽസ് നമുക്കിങ്ങനെ ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. മാക്സിമം ഒരു 5 പെറ്റലൊക്കെ ആയാൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ ഫ്ലവർ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മറക്കരുത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്